ഹലോ ടു ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന 5th ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിനൊരു ചെറിയൊരു ഐഡിയയും കൂടെ പറയാം. അതായത് നമ്മുടെ +2 പറഞ്ഞ +2 മാത്സിൻ്റെ ഒരു ബ്രെയിനാണ് ഈ ഒരു കാൽക്കുലസ് എന്ന് പറയുന്നത്. അതിലെ കാൽക്കുലസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ഈ കാൽക്കുലസിലുണ്ട്. അതിൽ ഒന്നാമത്തെ ലെസൺ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, സെക്കൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, തേർഡാണ് ഇൻ്റഗ്രേഷൻ പോവും, ഫോർത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും പറഞ്ഞ് 5 ലെസണാണ് ഈ കാൽക്കുലസിൽ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്നത് മാത്സിൻ്റെ +2 മാത്സിൻ്റെ ബ്രെയിനാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ഈ കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ 11th പഠിച്ച +1 പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നും പറഞ്ഞ് 11th പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മുടെ ഈ കണ്ടിന്യൂറ്റി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ലിമിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണെന്നുള്ള ഒരു ഇത് പറഞ്ഞു തരാം. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത്. സോ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ലെസണിൽ അല്ലെങ്കിൽ മാത്സിനകത്ത് നമ്മൾ നോർമലി കേൾക്കുന്ന കുറച്ച് ഫംഗ്ഷൻസാണ്. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, ടി ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ പോളിനോമിയൽ ഫംഗ്ഷൻസ് സ്മോളർ ക്ലാസ്സുകളിൽ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. പിന്നെ ലോഗരിതമിക് ഫംഗ്ഷൻസ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതൊന്നും ഒത്തിരി ഡീപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട. ലോഗരിതമിക് ഫംഗ്ഷൻസ് ആക്ച്വലി log x എന്നുള്ളതാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം a0 + a1x + a2x² എക്സെട്ര മോഡലിൽ വരുന്നതെല്ലാം നമുക്ക്, അതായത് ഒരൊറ്റ വേരിയബിളിൽ പോകുന്ന ഫംഗ്ഷനാണ് നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഫംഗ്ഷൻസ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഫംഗ്ഷൻസ് ഇതൊക്കെയാണ്. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, പോളിനോമിയൽ ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ്റെ, ഇപ്പോൾ പോളിനോമിയൽ ആയാലും ട്രിഗ്നോമെട്രിക് ആയാലും ഏതൊരു ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, കണ്ടിന്യൂസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വിത്തൗട്ട് ബ്രേക്ക് ഇല്ലാതെ, എനിക്ക് കൈ ലിഫ്റ്റ് ചെയ്യാതെ, പെൻ ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് ആ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. f(x) = x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, ലീനിയർ പോളിനോമിയലാണ്. കാരണം ഡിഗ്രി 1 ആണ് ആൻഡ് എക്സ് വേരിയബിൾ ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷനാണ്. അതുകൊണ്ട് ഇതൊരു ലീനിയർ പോളിനോമിയൽ ഫംഗ്ഷനാണ്. f(x) = എന്ന് പറയുന്നതിന് പകരം നമുക്ക് f(x)നെ നമുക്ക് y എന്ന് എഴുതാം. സോ y = x എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് ഞാനൊന്ന് വരയ്ക്കാൻ പോവാം. നമുക്കറിയാം y = x-ൻ്റെ ഗ്രാഫ് നമ്മൾ സ്മോളർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മിനിമം 2 പോയിൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ y = x എന്ന് പറയുന്നതിന് ഒരു 2-3 പോയിൻറ്റ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ, നമ്മൾ ഇത് സ്മോളർ ക്ലാസ്സിൽ ഇത് പറയുന്നതാണ് x, y. സോ വെൻ x = 0, ഞാനൊരു 3-4 പോയിൻറ്റ്സ് ഞാനിവിടെ പറയുവാണ്. ഒരു 3-4 പോയിൻറ്റ്സ് നമുക്കെടുക്കാം. സോ വെൻ x = 0, y = 0, ശരിയല്ലേ? x 0 ആണെങ്കിൽ y-യും എന്തായിരിക്കും? 0 = 0. x -1 ആണെങ്കിൽ y-യും എന്തായിരിക്കും? -1 ആയിരിക്കും. കാരണം y = x ആയതുകൊണ്ട്. x-ന് -1 കൊടുത്താൽ y-യും -1 കിട്ടും. x-ന് 0 കൊടുത്താൽ y-യും 0 കിട്ടും. x-ന് 1 കൊടുത്താൽ y-യും 1 കിട്ടും. 1 = 1 ആയതുകൊണ്ട്. ഓക്കെ, x = 2 കൊടുത്താൽ y = 2 കിട്ടും. കാരണം y = x ആയതുകൊണ്ട് x-ന് നിങ്ങൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ y-യും അത് തന്നെ കിട്ടും. അപ്പം ഞാനൊരു 3-4 വാല്യൂസ്, ഞാൻ x-ന് -1 കൊടുത്തു, അപ്പോൾ y-യും -1 കിട്ടി. ഞാൻ x-ന് -2 കൊടുത്തു, y -2 കിട്ടി. x-ന് 1 കൊടുത്തു, y 1 കിട്ടി. x-ന് 2 കൊടുത്തു, y 2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം ഗ്രാഫ് വരയ്ക്കാൻ ആക്സിസ് വരയ്ക്കുന്നു.
ഓക്കെ. സോ എക്സ് വൈ ഞാൻ ഒരു മിനിമം 1 2 3 4 പോയിൻറ്റ്സ് വരെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റിലോട്ട് -1 -2 -3 മാർക്ക് ചെയ്യുന്നു. നെഗറ്റീവ് പോർഷൻ -1 -2 ആൻഡ് 1 2 3. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് പോയിൻറ്റ്സ് ഒന്ന് അടയാളപ്പെടുത്താം നമുക്ക്. സോ -2 -2 എന്ന് പറഞ്ഞാൽ വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2 വൈ ഇസ് ഈക്വൽ ടു -2 ഇവിടെ വരും -2 -2 എന്നുള്ള പോയിന്റ്. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും -2 ആകുന്ന പോയിന്റ് ഇതാണ് ചിത്രത്താഴെ. അടുത്തത് -1 ആണെങ്കിലോ ആ പോയിന്റ് നമുക്ക് ഏകദേശം ഇവിടോട്ട് -1 നമുക്ക് ഇവിടെ വരും -1 എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റ്. ദെൻ 0 0 ആണെങ്കിൽ ഒറിജിനിലെ പോയിന്റ് ആയിരിക്കും. 0 0 ഒറിജിനിലെ പോയിന്റ്. ദെൻ 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും 1 1. 2 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും 3 3 അടുത്ത പോയിന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എക്സെട്ര. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുന്നത്, ഇത് ജോയിൻ ചെയ്യുന്നതെന്ന് വരയ്ക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ പെൻ കൈയെടുക്കാതെ വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ കൈയെടുക്കാതെ ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. സി. Okay, so without lifting the pen we can draw the graph. Without lifting the pen we can draw the graph. So ഈ ഗ്രാഫ് y is equal to x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ഇത്തരം ഫംഗ്ഷന് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സോ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നു. y is equal to f of x is equal to or y is equal to, see ഞാൻ രണ്ട് ഫംഗ്ഷൻ തരുവാണ്. 1 2. 1 is when x less than or equal to 0 and 2 when x greater than 0. സോ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പ്ലിറ്റിംഗ് ഫംഗ്ഷനാണ്. സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ 1ഉം എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 2ഉം. സോ രണ്ട് ഫംഗ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് ഇത് രണ്ട് ഫംഗ്ഷനെ ഒറ്റ ഗ്രാഫിലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ, സി ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുക. 0 1 2 3 4 എക്സ് ആക്സിസ്, നെഗറ്റീവ് പോർഷൻ -1 -2 -3 -1 -2 1 2 3. ഓക്കെ, സോ വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ വാല്യൂ 0യും 0യേക്കാൾ ലെസ്സും ആകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ ലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 0 കൊടുക്കാം. ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 0യേക്കാൾ ലെസ്സുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്പർ ലൈനിൽ ഒറിജിനൽ ലൈനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. അങ്ങനെയുള്ള ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ 1 ആണ്. അതായത് 0 കൊടുത്താൽ 1 ആണ്, 0യേക്കാൾ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ കൊടുത്താൽ 1 ആണ്. അങ്ങനെയുള്ളതാൽ ഏത് വാല്യൂ കൊടുത്താലും ലെഫ്റ്റിലോട്ടുള്ള ഏത് വാല്യൂ കൊടുത്താലും 1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇത് വരും. അപ്പോൾ 0യോട് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിലും 1 ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഡാർക്കൺ അവിടെ ഞാൻ ചെയ്തു വെക്കുന്നു 1ൻ്റെ അവിടെ. ഇനി രണ്ടാമത്തേത് എന്താ? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണെങ്കിൽ 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ 0 ഉൾപ്പെടത്തില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡാർക്കൺ ചെയ്യാതെ ഞാനൊരു ജസ്റ്റ് റൗണ്ട് സർക്കിൾ, അത് നമ്മൾ 11th പഠിക്കുന്നുണ്ട്, ലീനിയർ ഇൻഇക്വാളിറ്റീസിനകത്ത് പഠിക്കുന്നുണ്ട്. 2 ഇൻക്ലൂഡഡ് അല്ല, അവിടെ തൊട്ടടുത്ത വാല്യൂ തൊട്ടാണ് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ നമ്മൾ തന്നെ ഇങ്ങോട്ടുള്ള 0 കഴിഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ എടുക്കുന്നു. ഓക്കെ, അതിലെ ഏത് വാല്യൂ കൊടുത്താലും കിട്ടുന്ന ഫംഗ്ഷൻ 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതായിരിക്കും ഫിക്സഡ് 2 ആയിരിക്കും, അങ്ങോട്ട് എല്ലാത്തിനും 2 ആയിരിക്കും. സോ ഞാനത് ജോയിൻ ചെയ്യുന്നു, റൈറ്റിലോട്ട് പോകും. സോ ഇവിടെ ഞാനൊരു ഗ്രാഫ് വരച്ചേക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താ? എനിക്ക് ആദ്യത്തെ പോർഷൻ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന പോർഷൻ എനിക്ക് പെൻ എടുക്കാതെ എനിക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് അടുത്തത് എനിക്ക് ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല, കാരണം അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. എവിടെ? 0 എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട് ആ ഫംഗ്ഷൻ്റെ. സോ ദിസ് ഫംഗ്ഷൻ, ഇത്തരം ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓർ നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. 0യിൽ ഇത് കണ്ടിന്യൂസ് അല്ല, മേ ബി വേറെ ഏതെങ്കിലും പോയിന്റിൽ കണ്ടിന്യൂസ് ആകാം.
സീറോയിൽ വന്നപ്പോഴാണ് ഇതിന് ബ്രേക്ക് ആകുന്നത്. സോ സീറോയിൽ വന്നപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുക. സോ നമുക്ക് എന്ത് പറയാം? സീറോയിൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ, ഏതൊരു ഫംഗ്ഷൻ്റെയും ഗ്രാഫ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്തരം ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ആദ്യത്തെ സെക്ഷൻ തന്നെ നമുക്കിതാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ്. എങ്ങനെയാണെന്ന് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഗ്രാഫ് വരച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ നമുക്കിതിനൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ ഉണ്ട്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പറയുന്ന ഇതാണ്: എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സിയിൽ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇഫ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ എക്സ് ടെൻഡ്സ് ടു സി. ഈ ലിമിറ്റ് എന്തുവാന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഇയറിൽ 11th പഠിക്കുന്നതാണ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി. സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. A function is said to be continuous at x is equal to c if limit x tends to c f of x is equal to f of c. അപ്പോൾ നമ്മൾ പ്രോബ്ലം പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ലിമിറ്റിംഗ് വാല്യൂവും എഫ് ഓഫ് സിയും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയും. അപ്പോൾ ഗ്രാഫിക്കലി യൂസ് ചെയ്യാൻ നമുക്ക് എല്ലാ പ്രോബ്ലവും നമുക്ക് ഗ്രാഫ് വരച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Check the continuity of the function f of x is equal to 2x plus 3 at x is equal to 1. See, ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. f of x is equal to 2x plus 3 എന്നൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x is equal to 1 എന്ന് അപ്രൂവ് ചെയ്യേണ്ടത്. ഈ 1 ആണ് നമ്മുടെ c എന്ന് പറയുന്നത്. ഈ 1 ആണ് നമ്മുടെ c. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x plus 3 ആണ്. സോ സി 1ൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഞാൻ പറഞ്ഞു എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇഫ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സിയിൽ ടെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂവും എഫ് ഓഫ് സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ എങ്ങനെ മാറും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എന്ന് പറയുന്നത് 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 ഫംഗ്ഷൻ ഈസ് 2x plus 3. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ 11th പഠിക്കുന്നുണ്ട്. ഏതൊരു ഫംഗ്ഷൻ്റെയും ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഇപ്പം നമുക്ക് തരുന്ന ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്, ഒരു സിമ്പിൾ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എക്സ് റീപ്ലേസ് ചെയ്ത് അവിടെ എല്ലാം നമ്മുടെ ആ എക്സിൻ്റെ വാല്യൂ എന്താണോ ടെൻസ് ടു ആവേണ്ടത് ആ വാല്യൂ കൊടുത്താൽ മതി. ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുത്താൽ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കിട്ടും. ഇനി അതിന് പ്രശ്നം വരുന്നത്, അതായത് അത് ശരിയാകാത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫ്രാക്ഷൻ വരുന്ന കേസിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സ് പ്ലസ് 3/x-3 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ലിമിറ്റ് കാണാനാണ്. എക്സ് പ്ലസ് 3/x-3യുടെ ലിമിറ്റ് അറ്റ് എക്സ് ടെൻസ് ടു 3യിൽ കാണാൻ ചോദിക്കുവാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 പറയാം. എക്സ് സ്ക്വയർ മൈനസ് 9/x-3 എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തരുന്നതെന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിത് പോസിബിൾ അല്ല. കാരണം എന്താ? ഇവിടെ 3 ഇട്ട് കൊടുത്താൽ ഡിനോമിനേറ്ററും 0 ആവും, ന്യൂമറേറ്ററും 0 ആവും. അപ്പോൾ ഇത് 0/0 ഫോമാണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ 0/0 ഇൻഫിനിറ്റി മോഡൽ വരുന്നതെല്ലാം ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ ഇനി ഇൻഡിറ്റർമിനേറ്റ് ഫോമോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വരുന്ന കേസ് വരുവാണെങ്കിൽ ഇത് നമ്മൾ 11th പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ ഫാക്ടറൈസേഷൻ ചെയ്യും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. എക്സ് സ്ക്വയർ മൈനസ് 9 നിങ്ങൾക്ക് എക്സ് സ്ക്വയർ മൈനസ് 3² എന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ് സ്ക്വയർ മൈനസ് 3 ഈസ്
എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 3. എക്സ് മൈനസ് 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 3 + 3 6 വരും. ഇതൊക്കെ നമ്മൾ 11th പഠിച്ചതാണ്. അപ്പോൾ ആ എക്സസൈസ് ഒന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഈസി ആകും ഈ ഒരു സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പ്രോബ്ലത്തിലോട്ട് കയറുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ഡിനോമിനേറ്റർ വരുന്നില്ല, ഫ്രാക്ഷൻ വരുന്നില്ല, ഡിനോമിനേറ്ററിൽ സീറോയും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ലിമിറ്റ് എന്ന് പറയുന്നത് എഴുതേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തേക്കുവാണ്. 2 × 1 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ 5 ആണ്. ഇനി എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ ഓഫ് എ പോളിനോമിയൽ നമ്മൾ 9th പഠിക്കുന്നതാണ്. എന്താണ്, അല്ലെങ്കിൽ 8th പഠിക്കുന്നതാണ്. എന്താണ് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? ഒരു പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ 2x + 3 ആണ്. സോ വാല്യൂ ഓഫ് എ പോളിനോമിയൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് എഫ് ഓഫ് 1. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എഫ് ഓഫ് 1 കണ്ടാൽ മതി. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ കണ്ടാൽ മതി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 എന്ന് ചോദിച്ചാൽ നമ്മൾ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആകാനുള്ളത്. ഓക്കെ, സോ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 2 × 1 + 3 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 5. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും എഫ് ഓഫ് 1ൻ്റെ ആൻസറും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് is equal to f of 1 which is equal to 5. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ we can say that the function 2x + 3 is continuous at x is equal to 1. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പക്ഷേ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്നത് ഗ്രാഫ് യൂസ് ചെയ്തല്ല, നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യനൂടെ നമുക്കൊന്ന് നോക്കാം, ഒരു എക്സാമ്പിളോടെ ഞാൻ ചെയ്യിപ്പിക്കാം. Discuss the continuity of the function f of x is equal to modulus of x at x is equal to 0. ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ പേര് മോഡുലസ് ഫംഗ്ഷൻ എന്നാണ്. ഞാൻ പലതരത്തിലുള്ള ഫംഗ്ഷൻ പറഞ്ഞതിനകത്തെ ഒരു ഫംഗ്ഷനാണ് മോഡുലസ് ഫംഗ്ഷനും. നേരത്തെ തുടക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസ് ഉണ്ട്, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, അങ്ങനെ പല ഫംഗ്ഷൻസ് ഉണ്ട്. അതിലെ തന്നെ ഒരു ഫംഗ്ഷനാണ് മോഡുലസ് എക്സ് എന്ന് പറയും. ഇതിനെ മോഡുലസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോഡുലസ് ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സ്മോളർ ക്ലാസ്സിൽ ഈ മോഡുലസ് ഫംഗ്ഷൻ പഠിക്കുന്നതാണ്. മോഡുലസ് നമ്മൾ പഠിച്ചേക്കുന്നത് എന്താ? ഈ മോഡുലസിനകത്ത് പ്ലസ് വന്നാലും മൈനസ് വന്നാലും ആൻസർ 5 എന്നുള്ളത്, അല്ലെ പ്ലസ് എക്സ് വന്നാലും മൈനസ് എക്സ് വന്നാലും ആൻസർ എക്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷനുണ്ട്. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് പോസിറ്റീവോ നെഗറ്റീവോ ആകാമെന്നുള്ളത്. മോഡ് എക്സ് ക്യാൻ ബി എക്സ് ഓർ മൈനസ് എക്സ്. മോഡ് എക്സ് പോസിറ്റീവ് ആകാം. എക്സിൻ്റെ സ്ഥാനത്ത് ഒന്നുകിൽ നമുക്ക് പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരാം. 2 വാല്യൂ ഉണ്ട് ആക്ച്വലി മോഡ് എക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. 2 വാല്യൂ മിക്സായിട്ട് വരുന്നതാണ് മോഡുലസ് ഫംഗ്ഷൻ. പോസിറ്റീവ് എക്സ് വരുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മൈനസ് എക്സ് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 0. ഇതൊരു ഡെഫിനിഷനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമ്മളിത് ഓർത്തിരിക്കേണ്ടത്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സ്പ്ലിറ്റിംഗ് ഫംഗ്ഷനാണ്. സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം 0യിൽ വെച്ച് ഇത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, അല്ലേ? ലെസ് ദാൻ 0 ആകുമ്പോൾ ഒരു വാല്യൂവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ വേറൊരു വാല്യൂ ചെയ്ത് വന്നേക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക്, അതും നമ്മൾ ലാസ്റ്റ് ഇയറിൽ 11th പഠിക്കുന്നതാണ്, അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയാം. പക്ഷേ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ്റെ കേസിൽ
ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡാണ്. അതായത് ആക്ച്വലി സി എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിലല്ല ഇവിടെ ഫംഗ്ഷൻ, ലെസ് ദാൻ ആയാലും ഗ്രേറ്റർ ദാൻ ആയാലും, അതായത് നമ്പർ ലൈനിൽ നമ്മളിത് പറഞ്ഞേക്കുന്നത് നമ്പർ ലൈനിൽ 0യേക്കാൾ ലെസ് ആകുമ്പോൾ എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, എക്സ് ആണ് വന്നേക്കുന്നത്. 0യേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ തിരിച്ച് 0യേക്കാൾ ലെസ് ആകുമ്പോൾ മൈനസ് എക്സും 0യേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ പ്ലസ് എക്സും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഫംഗ്ഷനാണ്. അങ്ങനെയുള്ള കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, ഇതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്, ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും പറയും. ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് നമുക്ക് സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണ് തരുന്നതെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്നും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ റീറൈറ്റ് ആവും. ഫംഗ്ഷൻ സ്പ്ലിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇക്വേഷൻ എഴുതണമെന്ന് അറിയാമോ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് is equal to limit extends to c plus f of x is equal to f of c. Then the function is said to be continuous. അതായത് സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടിട്ട് അത് രണ്ടും ഈക്വൽ ആകണം, എഫ് ഓഫ് സിക്കും ഈക്വൽ ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്പ്ലിറ്റിംഗ് ഫംഗ്ഷനാണ് മോഡെക്സ് എന്ന് തന്നേക്കുന്നത്. മോഡെക്സിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ രണ്ട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എക്സും വരുന്നുണ്ട്, മൈനസ് എക്സും വരുന്നുണ്ട്. പ്ലസ് എക്സ് വരുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ, മൈനസ് എക്സ് വരുന്നത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇപ്പോൾ സി മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെയ്താൽ ഓക്കെ. ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 പറയുന്നുണ്ട്, സി എന്ന് പറയുന്നത് 0. അപ്പോൾ ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് ആക്ച്വലി നമ്മൾ 11th നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ്റ്റെൻസ് ടു സി മൈനസ് അല്ലെങ്കിൽ എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് എന്നാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അത് ചില പ്രോബ്ലത്തിൽ മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഡയറക്റ്റ് ചില ഫങ്ഷൻസ് ഇതിലൂടെ സിമ്പിളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ചെയ്തു പോകാം. ഓക്കെ. അപ്പോൾ ഇത് ഇതാണ് ഇക്വേഷൻ. ഇത് നമുക്ക് പിന്നെ അത്യാവശ്യം വരുന്ന പ്രോബ്ലത്തിന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ലിമിറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റായിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് 0യേക്കാൾ കുറവാകുമ്പോൾ, വെൻ എക്സ് ലെസ് ദാൻ 0 വാട്ട് ഇസ് ദ ഫംഗ്ഷൻ? നോക്കിയേ, ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇനിയും നമ്മൾ എഴുതുമ്പം എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതിയാൽ മതി. കാരണം 0 മൈനസ് എന്ന് പറഞ്ഞത് നൊട്ടേഷനാണ്. നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് 0 മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, മൈനസ് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 0 മൈനസ് ഇടണ്ട, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ. ഇവിടെ ഇനി ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ എന്തോ വരും? ഇതൊരു സിമ്പിൾ ഫംഗ്ഷനാണ് മൈനസ് എക്സ്. നമുക്ക് ഡയറക്റ്റായിട്ട് എക്സിന് 0 കൊടുക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0. 0യ്ക്ക് സൈൻ ഇല്ലാത്തതുകൊണ്ടാണ് -0 എന്ന് ഞാൻ എഴുതാഞ്ഞത്. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ RHL കാണും. RHL ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ ഗ്രേറ്റർ ആവുമ്പോൾ. നമുക്കിവിടെ ഫംഗ്ഷനകത്ത് അവർ പറയുന്നുണ്ട് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ദ ഫംഗ്ഷൻ ഈസ് എക്സ്. സോ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്നുള്ളത് മാറ്റി ഞാൻ 0 ആക്കി. ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് ഞാൻ എക്സ് കൊടുത്തു. ക്ലിയർലി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സും എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 വരും.
ഇനി അടുത്തത് എന്താ? എഫ് ഓഫ് സീറോയാ അല്ലെങ്കിൽ എറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ആണ്. അത് നമ്മുടെ ഫംഗ്ഷനിൽ തന്നിട്ടുണ്ട്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആവുമ്പോഴും എക്സ് ആണ്, ഈക്വൽ ആവുമ്പോഴും എക്സ് ആണ്. സോ ഈക്വൽ ടു 0 ആവുമ്പോഴും ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് 0 അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് വരും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസറും എഫ് ഓഫ് 0യുടെ ആൻസറും എല്ലാം നമുക്ക് 0 എന്ന് കിട്ടും. ഈക്വലാണ്, എല്ലാം ഈക്വലാണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ ഫംഗ്ഷൻ, ഈ തന്നിരിക്കുന്ന സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ, അതായത് മോഡുലസ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഫംഗ്ഷൻ മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 0യിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ.